ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തായാലും വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനമായി പറയാനുള്ള കാര്യം, ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു കംബാക്ക് ഇന്നലെ നടത്തിയിരിക്കുകയാണല്ലോ. മത്സരത്തിൽ ആദ്യം തന്നെ നോർത്ത് ഈസ്റ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടിയത്. എന്നാൽ നോവ സദോയുടെ മികച്ചൊരു ഗോൾ വഴി ബ്ലാസ്റ്റേഴ്സ് ഒരു കംബാക്ക് നടത്തുകയായിരുന്നു. മത്സരം അങ്ങനെ 1-1 എന്ന സമനിലയിലായിരുന്നല്ലോ ഇന്നലെ അവസാനിച്ചത്. എന്തായാലും വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ഇതിന് കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആ ഗോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. സച്ചിൻ സുരേഷിന്റെ ഒരു പിഴവ് മുതലെടുത്തായിരുന്നു നോർത്ത് ഈസ്റ്റ് ആ ഗോൾ നേടിയത്. നോർത്ത് ഈസ്റ്റിന് ലഭിച്ച ഒരു ഫ്രീ കിക്ക് ഡയറക്റ്റായി തന്നെ അടിക്കുകയും സച്ചിൻ സുരേഷിന്റെ കൈകളിലേക്ക് എത്തിയ പന്ത് കയ്യിൽ നിന്ന് വഴുതി ഗോളാകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ നോവ സദോയുടെ എണ്ണം പറഞ്ഞ ഒരു ഗോളും നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ഒരു ഗോൾ വന്നതോടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില നേടാൻ സാധിച്ചത്. അതുപോലെ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നോർത്ത് ഈസ്റ്റിലെ ഒരു താരം റെഡ് കാർഡ് കണ്ട് പുറത്താക്കുകയും ചെയ്തിരുന്നു. 10 പേരായി ചുരുങ്ങിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് എന്നാലും എടുക്കാൻ സാധിച്ചില്ല. അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നല്ല മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഒന്നും ബലമുണ്ടായില്ല. കൂടാതെ മത്സരത്തിലെ മറ്റു ചില കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരാധക പ്രിയനായ അഡ്രിയാൻ ലൂണ അങ്ങനെ മടങ്ങി വന്നിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരുന്നു അഡ്രിയാൻ ലൂണ കളത്തിലിറങ്ങിയത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മത്സരം മുഴുവനും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചൊരു താരമാണ് പ്രീതം കോട്ടാൽ. കഴിഞ്ഞ മത്സരത്തിൽ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് തന്നെ പ്രീതം കോട്ടാൽ തന്റെ ഫോം തുടർന്നിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ ഓരോ ടാക്കിളുകളും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പ്രീതം മാത്രമല്ല അറ്റാക്കിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോവ സദോയും തുടക്കം മുതൽ അവസാന നിമിഷം വരെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. നോവ സദോയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ് വളരെ വലുതാണ്. കാരണം നിലത്ത് വീഴുന്ന സിറ്റുവേഷൻസിലൊക്കെ താരം വീണ്ടും അവിടുന്ന് റിക്കവറായി ബോൾ എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാലും വളരെ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളിച്ചിരുന്നു. തീർച്ചയായും ഒരു വിജയം സ്വന്തമാക്കേണ്ട എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും അത് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചില്ല. വരും മത്സരങ്ങളിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹെഡ് കോച്ചായ മൈക്കിൾ സിഹാറെ പറയുന്ന പ്രകാരം താൻ എന്തായാലും ഈ മത്സരത്തിൽ തൃപ്തനല്ല, എന്നാൽ ഒട്ടും അൺഹാപ്പിയുമല്ല. ഇതിനെക്കാട്ടും നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ കെൽപ്പുണ്ട്. കൂടാതെ ഈ ഒരു മത്സരത്തിൽ നിന്ന് ഒരു പോയിന്റ് സ്വന്തമാക്കിയതിൽ താൻ സന്തോഷിക്കുന്നു. അതുപോലെ വരും മത്സരങ്ങളിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ടീമാകുമെന്ന് തന്നെയാണ് കോച്ചോടെ സൂചിപ്പിക്കുന്നത്. ഗൈസ്, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ മത്സരം കണ്ടിട്ട് തോന്നുന്നത്? ബ്ലാസ്റ്റേഴ്സ് ഇംപ്രൂവ് ആയോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിന്റെ ഹെഡ് കോച്ചായ കാർലസിനെ അവർ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ ഫേക്ക് ആണെന്ന് നമ്മുടെ മാർക്കസ് മർഗുലോ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. കുറേയധികം ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ എന്നാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.